ഹായ്, ഇന്ന് ഞാൻ നല്ലൊരു ചിക്കൻ സ്റ്റൂ വയ്ക്കാൻ പോവുകയാണ്. ചിക്കൻ വെജിറ്റബിൾ സ്റ്റൂ. അപ്പോൾ ആദ്യം നമുക്കതിലേക്ക് പച്ചക്കറി ഒന്ന് വറുത്തെടുക്കണം. ശരിക്ക് വെണ്ണയിലാണ് വറുക്കേണ്ടത്. വെണ്ണയില്ലാത്ത കാരണം എനിക്കിപ്പോൾ വെണ്ണയില്ല, അതുകൊണ്ട് ഇതിൽ വറുത്തെടുക്കാം. നമുക്കിതിലേക്ക് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. 8-10 ബീൻസ് ചെറുതാക്കി അരിയത് നടുമുറിച്ചാൽ മതി. ബീൻസിൻ്റെ വലിയ ബീൻസ് ആണെങ്കിൽ 3 കഷ്ണമാക്കാം. പിന്നെ അതിലേക്ക് തന്നെ ചെറിയൊരു ക്യാരറ്റ്, പിന്നെ അത് കൂടെ തന്നെ ഒരു കഷ്ണം മത്തങ്ങ, ചെറിയൊരു പീസ് മത്തങ്ങ, ഒരു 100-150 ഗ്രാം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇത് നന്നായിട്ട് വറുത്ത് വരണം, അതിനാണ് ഈ എണ്ണ വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിലൊഴിക്കാനുള്ള തേങ്ങാപ്പാലിനുള്ള തേങ്ങയാണ്. ഇതൊരു 3/4 മുറി തേങ്ങ ഉണ്ട്. ഈ മുറിക്കണക്ക് പറയാൻ പറ്റുന്നില്ല, ഇവിടെ ഇങ്ങനെ മേടിക്കുമ്പോൾ ചിരവീതാണ് കിട്ടുന്നത്, അപ്പോൾ അത് പറയാൻ പറ്റുന്നില്ല. നല്ലൊരു 3/4 തേങ്ങയുടെ പീരിയാണത്. ഇനി ഇതിനെ അരച്ചിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. തേങ്ങാപ്പാൽ എടുക്കേണ്ട തേങ്ങയിലേക്ക് ഇതൊരു കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ തേങ്ങാപ്പാൽ 1/4 പാൽ നന്നായിട്ട് കിട്ടും. തേങ്ങ നന്നായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പാൽ ഒഴിയാം. അപ്പോൾ ഇതാ 1/4 പാൽ പിഴിഞ്ഞിട്ട് ഇതാ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ 1/2 ഗ്ലാസ് പാലുണ്ട്, 1/2 ഗ്ലാസ് പാലുണ്ട്. അതിനെ അവിടെ നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് അടുത്ത് അതിൻ്റെ പീരയിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചിട്ട് 2/2 പാലിന് വേണ്ടിയിട്ട് അരച്ചെടുക്കാം. അതാ 2/2 പാലിനുള്ളത് എന്താ അരച്ചു കൊടുന്നു. ആദ്യമൊക്കെ നമ്മൾ കൈ കൊണ്ടും തുണി കൊണ്ടൊക്കെ പിഴിഞ്ഞിരുന്നു, അപ്പോൾ പിന്നെ 2-3 പാലൊക്കെ എടുക്കണമായിരുന്നു. ഇപ്പോൾ അത് എളുപ്പമാണ്, മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ 2/2 പാലിനുള്ളതും അരച്ച് റെഡിയാക്കി. അതിനെ നമുക്ക് ഒന്ന് പിഴിഞ്ഞെടുക്കാം നന്നായിട്ട്. ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ പാലെല്ലാം ആയിട്ട് വരും. ഇഷ്ടമെന്ന് പറയുമ്പോൾ പാലിലാണല്ലോ മെയിനായിട്ട്. എല്ലാ പാലും പിഴിഞ്ഞെടുത്തു. പിന്നെ ഇത് മാറ്റി വയ്ക്കാം. നമ്മുടെ പച്ചക്കറി ഇതാ വഴണ്ട് വന്നിട്ടുണ്ട് നന്നായിട്ട്. എണ്ണയെല്ലാം അടിയിൽ പോയി. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ഒന്ന് വറുത്തെടുക്കണ പോലെ. ഇനി ഇതിനെ കോരിയെടുക്കാം. നമുക്ക് ഈ കോരി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എണ്ണ ഒട്ടും എടുക്കാതെ കോരിയെടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് ചിക്കൻ, കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം, ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടി. ചിക്കനിന് വെള്ളമെല്ലാം ഇറങ്ങി ഇതേ ഒന്ന് ഡ്രൈ ആവുന്നു. ഒന്നുകൂടെ ഒന്ന് വഴണ്ടി കിട്ട് നല്ല ഇതായിട്ട് കിട്ടും. ചിക്കനെല്ലാം വറുത്ത് കോരി നല്ലോണം വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ നമുക്ക് ഉള്ളി ഇടാം. ചെറിയൊരു 2 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 3 പച്ചമുളക്. പച്ചമുളക് എരിവ് അനുസരിച്ചിടാം, നിങ്ങൾക്ക് ആവശ്യത്തിന് കൂട്ടാൻ കുറയ്ക്കാം. പിന്നെ ഉള്ളി വഴറ്റുമ്പോൾ അധികം എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല, എണ്ണ ആവുന്നത് നമുക്ക് ചുരുക്കാം. ഇതിപ്പോൾ ആദ്യം 2 സ്പൂൺ എണ്ണ ഒഴിച്ചതാണ്, വലിയ ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതാ ഇത്രയും ചെയ്തെടുത്തു. കളർ ചേഞ്ച് ആവട്ടെ. എന്നിട്ട് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ ഇഷ്ടം ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് തക്കാളിയുടെ നിന്ന ആവശ്യമില്ല. വെറും തേങ്ങാപ്പാലും ഇതിലാണത്. ചപ്പാത്തിക്ക്, പൂരിക്ക്, പൊറോട്ടയ്ക്ക് ഇതൊക്കെ നല്ല കറിയാണ്. കളറൊക്കെ മാറി വന്നു. ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതൊരു 2 ഉള്ളിയാണ്, 2 സവാളയുണ്ട്. തീയൊന്ന് ചെറുതാക്കി ഒന്ന് വെറുതെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ആവിയിലിരുന്നിട്ട് ഒന്ന് വഴണ്ട് വരും. ഇതാ ഉള്ളി ഒന്ന് കളറ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക്
തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട്. ഇതിൽ മഞ്ഞൾപ്പൊടി ഇടില്ല കേട്ടോ, മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് കുറച്ചുകൂടി, നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടെ ആവശ്യമുണ്ട്, അത് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് പച്ചക്കറി ചേർക്കാം. വറുത്ത് വെച്ച പച്ചക്കറി ഉണ്ടല്ലോ, അത് ചേർക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്തു. ചിക്കനെല്ലാം വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ ഈ വാട്ടി വെച്ച പച്ചക്കറി ഇടാം. ഇതിലേക്ക് നമുക്ക് ഈ പാലൊഴിച്ച് കൊടുക്കാം. അതിൽ ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. പച്ചക്കറി ഓൾറെഡി വാട്ടുന്ന സമയത്ത് വെന്തിട്ടുണ്ടല്ലോ, ചിക്കനും വെന്തു. പിന്നെ ഇതിലേക്ക് ഇതിട്ട് കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വെള്ളയായിട്ടുള്ള കറി കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഒരു ശകലം മഞ്ഞൾ ഇടാം. പക്ഷേ ഇഷ്ടമെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, വെളുത്തിരിക്കും. ഇതാ തേങ്ങാപ്പാൽ ഒഴിച്ചു. അധികം തിളയ്ക്കാൻ പാടില്ല. തിള വന്നു. ചട്ടി ആയതുകൊണ്ട് അതിൽ തന്നെ കിടന്ന് തിളച്ചോളൂ. കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് തളിച്ചു കൊടുക്കാം. ഒരു പ്രത്യേക തരം സ്വാദാണ് അത്, ചെറിയ ഉള്ളി വഴറ്റിയിട്ട് വരും. കുറച്ച് നേരം അടച്ചു വെക്കണ്ട, അതിന് പിരിഞ്ഞു പോവും പാല്. അങ്ങനെ നമ്മളുടെ ചിക്കൻ വെജിറ്റബിൾ സ്റ്റൂ റെഡി.